നമുക്ക് അലീനയുടെ മനുഷ്യങ്ങന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കൃഷ്ണമോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും അലീന അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കഥ തുറന്നു. അപ്പോഴേക്കും അലീനയോട് ചോദിച്ചു, ആരാ ചേച്ചി ഗസ്റ്റ് വന്നിരിക്കുന്നേ? കാറ് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അപ്പോഴേക്കും കൃഷ്ണമോളൊന്ന് ആലോചിച്ചു. അതെ, നീലഗിരിന്ന് അങ്കിളും ആന്റിയാണോ? അതെ, അവര് തന്നെയാ. കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ കൃഷ്ണമോൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരനും മാലതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആ സമയം അലീന അടുക്കളയിലേക്ക് പോയി. കൃഷ്ണമോളോട് ഗംഗാധരൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട്? ആ, ബാലേന്ദ്രൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അങ്കളെ, നിങ്ങളെപ്പോഴാ വന്നേ? ഞങ്ങൾ കുറച്ച് സമയമായുള്ളൂ. ആ സമയത്ത് ചോദിച്ചു, അല്ല എന്തിയെ രോഹിത്തും ബബിതയ്ക്കും എന്തിയെന്ന് ചോദിച്ചു. രോഹിത്തേട്ടൻ ഞാൻ പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ബബിതേച്ചി ഏതോ ഫ്രണ്ടിനെ കാണണം, എന്തോ നോട്ട്സ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുക. ഓ, അങ്ങനെയാണോ? മോള് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ലൈം ജ്യൂസ് ഒക്കെ ആയിട്ട് വന്നു. അതേ, മോൾക്ക് ലൈം ജ്യൂസ് എന്ന് പറയണ. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, ഞാനിപ്പം മനസ്സിൽ ഓർത്തോളൂ ഒരു ലൈം ജ്യൂസ് കിട്ടിയാൽ കൊള്ളാന്ന്. അലീന പറഞ്ഞു, അതെ നീക്ക് രണ്ടുപേർ കൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന അടുക്കളയിലേക്ക് പോയി. ആ സമയം കൃഷ്ണമോൾ പറഞ്ഞു, കണ്ടില്ലേ പാവം ചേച്ചിയാ, എൻ്റെ എന്നല്ല ഈ വീട്ടിലെ എല്ലാ കാര്യത്തിനും ഓടി നടക്കും. മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി വന്നാ, പക്ഷെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യം നോക്കും. നമ്മുടെ മനസ്സറിഞ്ഞ ചേച്ചിക്ക് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അറിയാം. അതുപോലെ തന്നെ ഈ വീട്ടിലെ A to Z കാര്യങ്ങൾ ഇപ്പൊ ചേച്ചിയാണ് നോക്കുന്നത്. അമ്മയ്ക്കൊന്നും അറിയേണ്ട ആവശ്യം പോലും ഇല്ല. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പോലും ചേച്ചിയാ. അത് മാത്രല്ല ഞാനും ചേച്ചി തമ്മിൽ അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റാ. അല്ല, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ചേച്ചിയെ എന്ന് മാലതി ചോദിച്ചു. അതേന്നേ, ഞാനെന്റെ ചേച്ചിക്കുട്ടിയായിട്ടാ കാണുന്നേ. ചേച്ചിക്കുട്ടി ആശുപത്രി കിടന്ന സമയത്തെ ഞാൻ ചേച്ചിക്കുട്ടിയെ പോയി നോക്കിയത്. ശരിക്കും ആ സമയത്ത് ഞാൻ പേഷ്യന്റും ചേച്ചി ബൈസ്റ്റാൻഡറും ആയിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ. എന്ത് രസമായിരുന്നു അറിയാവോ? ആ സമയം ഗംഗാധരൻ ചോദിച്ചു, അല്ല ഹോസ്പിറ്റലിൽ കിടന്നു പറഞ്ഞല്ലോ, എന്തിനാ ഹോസ്പിറ്റലിൽ കിടന്നേ? കൃഷ്ണമോളുടെ മുഖം പെട്ടെന്ന് മാറി. അല്ല അത് പിന്നെ കാര്യം എന്താ പറ, ഹോസ്പിറ്റലിൽ കിടന്ന എന്തിനാ? ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. ആക്സിഡന്റോ? എന്താ ആക്സിഡന്റ്? അല്ല അത് പിന്നെ പറയാൻ ബുദ്ധിമുട്ടാണേ വേണ്ട. അല്ല പറയാതിരുന്നിട്ടും കാര്യമില്ല. എന്താന്ന് വെച്ചാൽ പറയുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാലോ. അത് വയറ്റൊരു കത്രയെ കുത്തിക്കയറിയതാ. കത്രയെ കുത്തിക്കയറി എങ്ങനെ? കൃഷ്ണമോൾക്ക് ഭയങ്കര ടെൻഷൻ. കൃഷ്ണമോളോട് ഈ സത്യങ്ങൾ തുറന്നു പറയണം. അത് രോഹിത്തേണ്ണും ഹരിയേണ്ണും കാരണം സംഭവിച്ചാണ്. അവർ രണ്ടുപേരും കാരണം. അതെ, ഒരു ദിവസം അലീന ചേച്ചി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് അലീന ചേച്ചിയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവർ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. മാലതിയൊക്കെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്നിട്ടോ രക്ഷപ്പെടാനായിട്ട് ചേച്ചി നോക്കിയപ്പോൾ വേറെ മാർഗമില്ലായിരുന്നു. ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കളത്തി കൊടുത്തായിരുന്നു. ആ സമയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കത്രിക ചേച്ചി വയറ്റത്തേക്ക് സ്വയം കുത്തിയിറക്കി. ഇത് കേൾക്കണം സത്യമാണെന്ന് പോലും അറിയത്തില്ല. അത് ഒരു നിമിഷം അവർ ഞെട്ടിത്തെരിച്ചിരിക്കുക. എന്നിട്ടോ ഹോസ്പിറ്റലായി. അല്ല അവരെന്ത് ചെയ്തു? ചേച്ചി വീണ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പേടിച്ചു പോയി. അവരിറങ്ങി ഓടി. എന്നിട്ട് ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? ഇവിടെ ചോരയെ പറന്നു കിടക്കുമായിരുന്നു. ആ സമയത്ത് അപ്പുറത്തൊരു നായക്കുട്ടിയുണ്ട്, ഡോക്ടറുടെ റിങ്കു എന്ന് പറയുന്ന നായക്കുട്ടി. നായക്കുട്ടി ഡോക്ടറെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. നായക്കുട്ടി വിളിച്ചോണ്ട് വന്നോ? നീ എന്തൊക്കെയാ കൃഷ്ണമോള് പറയുന്നേ? അതെ, നായക്കുട്ടിക്ക് അലീന ചേച്ചിയോട് പ്രത്യേക ഒരു അടുപ്പാ. നായക്കുട്ടി അവിടെ കിടന്ന് കുരച്ചു കിടന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഒടുവില് ഡോക്ടറെ വിളിച്ചോണ്ട് വന്നപ്പോൾ ഡോക്ടറെ കണ്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അലീന ചേച്ചിയെ. എന്നിട്ട് അപ്പം തന്നെ ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അല്ല വൈജയ്ക്ക് ഇതറിയില്ലേ? അമ്മയ്ക്ക് അറിയാന്നേ. അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ. എന്നിട്ടും അമ്മയ്ക്ക് അലീന ചേച്ചിയോട് ദേഷ്യമാ. ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നും പറഞ്ഞായിരിക്കുന്നേ. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ അലീന ചേച്ചി ഇവിടുന്ന് പോകുമെന്നും പറഞ്ഞായിരിക്കുന്നേ. എല്ലാം കേട്ടിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്കും അലീന അവർക്കുള്ള ലൈം ജ്യൂസൊക്കെ ആയിട്ട് വന്നു. ഇതിവിടെ വെക്കണോ എന്ന് ചോദിച്ചു. അതെ അവിടെ വെച്ചോ, ഞങ്ങൾ അവിടെ ഒന്ന് കുടിച്ചോളാന്ന് പറയണ. അങ്ങനെ ലൈം ജ്യൂസ് കുടിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അലീനയുടെ ഈ സ്വഭാവം എല്ലാം അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ബാലേന്ദ്രനെ കാണാനായിട്ട് അളിയൻ ഗോവർദ്ധനൻ ഐസിയിലേക്ക് കയറി. അങ്ങനെ ഗോവർദ്ധൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ബാലേന്ദ്ര ഇപ്പം? കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ തോന്നും. അല്ല കടയൊക്കെ തുറക്കുന്നുണ്ടല്ലോ? ജ്വല്ലറി തുറക്കുന്നുണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പ് അതെല്ലാം ഉണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പം ഞാനില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഗോവർദ്ധന, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവില്ലേ? ഞാൻ ചത്തുപോയാലും നോക്കാൻ ആളുണ്ടല്ലോ. എന്തൊക്കെയാ ബാലേന്ദ്ര പറയണേ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞാ, ഞാനിപ്പോഴെങ്കിലും ചത്തുപോകാനൊന്നും പോകുന്നില്ല. ഗോവർദ്ധനം പറഞ്ഞു, എന്നാലും എന്നെ വിളിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സൂചന പോലും തന്നില്ലല്ലോ. പെട്ടെന്ന് എന്താ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം? ഒന്നുമില്ലാന്നേ. ഇനി അതൊന്നും ഓർത്ത് ഗോവർദ്ധൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഭാര്യയെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. ശരി, അവളിവിടെ വന്നായിരുന്നു കാണാനായിട്ട്. അപ്പോഴേക്കും പറഞ്ഞു ബാലേന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ കാലയിൽ നഖം മുറിച്ചിട്ട് കിടക്കുമല്ലോ, എപ്പോഴും എല്ലാവർക്കും കാണാനൊന്നും പറ്റില്ല.
അറ്റാക്ക് വന്ന് കിടക്കല്ലേ ഗോവർദ്ധന, പിന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറ. അങ്ങനെ ഗോവർദ്ധനം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിൽക്കുകയാണ് വൈജയന്തി. മനുശങ്കറും അടുത്തുണ്ട്. വൈജയന്തി പറഞ്ഞു, കണ്ടില്ലേ, എല്ലാവർക്കും വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറി കാണാം. പെങ്ങളെ കിട്ടിയവന് കാണാം, മനുവിന് കാണാം, മക്കൾക്ക് കാണാം, എനിക്ക് മാത്രം കാണത്തില്ല. എന്നെ അങ്ങോട്ട് അടുപ്പിക്കത്ത് പോലുമില്ല. ഈ ബാലേന്ദ്രനെ ഇതെന്താ? അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുക. ഗോവർദ്ധനം പറഞ്ഞു, എന്താ കാണുന്നത് എനിക്കറിയത്തില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാൽ ശരി, ഞാനങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യത്തിന് വൈജയന്തി മനുശങ്കരോട് പറഞ്ഞു, ബാലേന്ദ്രൻ്റെ സ്വഭാവം ഈയിടെ പോകെ ഒന്നിനൊന്ന് മോശമായിക്കൊണ്ടിരിക്കുക. എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. മനുശങ്കർ പറഞ്ഞു, ആൻറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ആൻറ്റി ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇപ്പം അങ്കിളിന് സമാധാനം വേണ്ടത്, സ്വസ്ഥത കൊടുക്കുകയോ ചെയ്യുന്നത്. ആൻറ്റി ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച് കിട്ടി ഉള്ള സ്വസ്ഥത സമാധാനം കെടുത്തണ്ട. പാവം അങ്കിള് എങ്ങനെയെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് റിക്കവർ ആയിട്ട് വന്നോട്ടെ, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അതും പറഞ്ഞിട്ട് മനുശങ്കർ അങ്ങോട്ടെ ഇറങ്ങിപ്പോയി. ആ സമയത്ത് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മാലതിയും ഗംഗാധരനും നിൽക്കുമ്പോഴാണ് അലീന അങ്ങോട്ട് ലൈം ടീ ആയിട്ട് വരുന്നത്. ഇതേ ലൈം ടീ എന്ന് പറഞ്ഞു. വയറ് നിറച്ചും കഴിച്ചു, നല്ല ആഹാരമായിരുന്നു, ഇത്ര രുചിയോടെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് മാലതി പറഞ്ഞു. ഇനിയിപ്പം ദേ ഒരു സൂചി കുത്താൻ സ്ഥലമില്ല, അമ്മാതിരി വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് കുഴപ്പമില്ല, ഒരു ലൈം ടീ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയണ. ബാലേന്ദ്രനല്ല ഗംഗാധരൻ എടുത്ത് കുടിച്ചിട്ട് പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട്, കൊള്ളാന്ന് പറയണ. മാലിന്യം കുടിച്ചിട്ട് പറഞ്ഞു, നല്ലതാ. അല്ല, ഇതിന്റെ കൂട്ടെങ്ങനെയാ? സാധാരണ ലൈം ടീയുടെ കൂട്ടൊന്നും അല്ലല്ലോ, ഇതെനിക്ക് പഠിച്ചാൽ കൊള്ളാന്നുണ്ടെന്ന് പറയണ. അലീന പറഞ്ഞു, അതിനെന്താ, ഞാൻ പറഞ്ഞ തരാലോന്നൊക്കെ അലീനയും പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഗംഗാധരൻ വിളിച്ചു, അതെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ സാർ, എന്താ കാര്യം? അപ്പോഴേക്കും മാലതി പറഞ്ഞു, അല്ല, ചോദിക്കണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അച്ഛൻ കഴക്കൂട്ടത്ത് വന്ന് അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാണോ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അല്ല, അത് പിന്നെ അല്ല, അച്ഛൻ വന്ന അലീനയെ കാണാൻ വേണ്ടിയാണോ അന്ന് വന്നേ? അല്ല, ബ്രിജിത്താമ്മയെ കാണാനാ വന്നേ. എന്നിട്ടോ ബ്രിജിത്താമ്മയെ കണ്ട് സംസാരിച്ചിട്ട് പോയി. അപ്പൊ അലീനയെ കണ്ടില്ലേ? എന്നെ കണ്ടില്ല. എന്നെ കണ്ടായിരുന്നു, പക്ഷെ എന്നെ അന്ന് കൂട്ടിക്കൊണ്ട് വന്നില്ല എന്ന് പറയണ. അല്ല, അപ്പൊ പിന്നെ ആരാ വന്ന് കൂട്ടിക്കൊണ്ട് വന്നേ? അത് മുത്തശ്ശന്റെ മരണത്തിന് ശേഷം ബാലേന്ദ്ര സാറും മനുവേണ്ണനും കൂടെ വന്നെന്നെ കൂട്ടിക്കൊണ്ട് വന്നേ. ഓ, അങ്ങനെയാണല്ലേ. അല്ല, അപ്പൊ അലീന ഓർഫനേജ് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോന്നെ? അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നതല്ല, ബ്രിജിത്തമ്മാമി മരിച്ചതിന് ശേഷം അവിടെ നോക്കി നടത്താനൊന്നും ആരുമില്ലല്ലോ, കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പൊ പിന്നെ എന്നെ വന്ന് ബാലേന്ദ്ര സാറും മനുവേട്ടനും കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെയാ. എന്നാ ശരി, ഞാനിനി പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ശരി, പോയിക്കോളാൻ പറയാണ്. എന്തൊക്കെയോ സംശയങ്ങൾ ഗംഗാധരനും മാലതിക്കും ഉണ്ടായി. ആ സമയത്ത് മാലതി പറഞ്ഞു, ഗംഗേട്ട, എന്തൊക്കെയോ സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കിയാലോ? അമ്മയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അത് ശരിയാ. അങ്ങനെ അവര് ആ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും അലീന അവരോടൊപ്പം ഉണ്ടായിരുന്നു. മുത്തശ്ശൂർ, നിങ്ങൾ പോവണം. ഞങ്ങൾ ബാലേന്ദ്രനെ ഒന്ന് കാണണ്ടേ? ബാലേന്ദ്രനെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ കൊല്ലപ്പള്ളിക്ക് ഒന്ന് പോകണമല്ലോ. അല്ല, എന്തിനാ കൊല്ലപ്പള്ളിക്ക് പോകുന്നത്? അല്ല, തറവാട്ടിലൊന്ന് പോകണ്ടേ? പിന്നെ തറവാട് അവിടെ ആരിയ്ക്കുന്നു? അതുവരെ കെട്ടിടം മാത്രമല്ലേ. അവിടെ ഇപ്പോൾ ആള് ഞാനല്ലേ ഇവിടെ ഉള്ളത്. ഞങ്ങൾ വരാമേ. ഇനിയിപ്പോ 1-2 ആഴ്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ബാലേന്ദ്രൻ വീട്ടിൽ വന്ന് സുഖമായതിനു ശേഷം പോകുന്നുള്ളൂ. അമ്മയെ നോക്കാനായിട്ട് കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ കാണും. മുത്തശ്ശി പറഞ്ഞു, എന്നെ നോക്കാനായിട്ട് ആരും വേണ്ട, എന്നെ നല്ല ഭംഗിക്കിതേ അലീനമോട് നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കുന്നേക്കാളും നന്നായിട്ടാണ് എന്നെ നോക്കുന്നേ. കണ്ടില്ലേ, ഇവിടെ നോക്കുന്നോടെ ഞാനിപ്പം ജീവനോടെ പോലും ഇരിക്കുന്നേ. ആ കൊച്ചെന്നെ സമ്മതിക്കണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വൈജയന്തിക്ക് ഇവിടെ കണ്ണെടുത്താൽ കാണത്തില്ല. പറഞ്ഞു വിടുമെന്നും പറഞ്ഞിരിക്കുന്നേ. ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞ ഉടനെ ഇവള് പോകുമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും അലീനോട് ഈ സത്യമാണോ പറയണേന്ന് ചോദിച്ചു. അല്ല, ഞാനിവിടെ നിൽക്കുന്ന മാഡത്തിന് ഇഷ്ടമില്ല. അതെന്താ ഇഷ്ടമില്ലാത്ത? അതിന് കാരണം എനിക്കറിയത്തില്ല. ഞാൻ തൊട്ടേനും പിടിച്ചേനും എല്ലാം ഓരോ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കും. അതുകൊണ്ടാ. ശരി, ഞാനങ്ങോട്ട് താഴേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അലീന അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഗംഗാധരൻ മുത്തശ്ശിയോട് ചോദിച്ചു, അല്ലമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചു, അമ്മ സത്യം പറയുക. എന്താ? അച്ഛൻ എന്തിനാ കഴക്കൂട്ടത്ത് പോയി അലീനയെ വിളിച്ചോണ്ട് വന്നേ? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താടാ പറയണേ? അല്ല, അത്ര ദൂരത്ത് പോയിട്ട് അച്ഛൻ മുമ്പ് അവിടെ പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അച്ഛൻ അമ്മയോട് എന്തേലും പറഞ്ഞായിരുന്നോ? എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അല്ല, അച്ഛൻ അമ്മയോട് പറഞ്ഞെന്താ? വൈജ പ്രസവിച്ച് കുഞ്ഞു മരിച്ചു പോയെന്നല്ലേ? അതെ, മരിച്ചു പോയെന്ന് തന്നെ പറയണേ. അല്ല, അപ്പൊ അതിനെ ഏതോ ഒരു ഓർഫനേജില് ഏൽപ്പിച്ചെന്നാണല്ലോ രാവണ്യമ്മാവൻ പറഞ്ഞേ. അത് ആദ്യം നാർക്കോയിൽ ഏതോ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചെന്നാ പറഞ്ഞേ. പിന്നീട് 2 വർഷത്തിന് ശേഷം
ആ കുഞ്ഞു മരിച്ചു പോയെന്നൊക്കെ. അല്ല അതിപ്പോ രാവണിയമ്മ പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ? അത് അത്രയ്ക്കും അതേ ഉള്ളൂ, പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ. അല്ല ആ കൊച്ചുണ്ടോ ഇല്ലയൊന്നും അറിയത്തില്ലല്ലേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. അല്ല എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണം? അല്ല ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല എന്തോ ഒരു കാര്യമുണ്ട്. ഒരു കാര്യമില്ല നിങ്ങളിങ്ങനെ ചോദിക്കില്ല എന്ന് എനിക്കറിയാം. എന്തോ ഒക്കെ ഒരു കാര്യമുണ്ട്. എന്തുണ്ടെങ്കിലും തുറന്നു പറ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മാലതിയും ഗംഗാധരനും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കുക. അവരുടെ ഉള്ളിലെ സംശയം ഇപ്പം മുത്തശ്ശിയോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു.